2018 മുതൽ 2025 വരെയുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതികളെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടലുകളൊക്കെ. അപ്പോൾ ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ പുറത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. സ്വർണ്ണപ്പാടുകളുടെ അടക്കം റെപ്ലിക്ക എടുത്ത് തട്ടിപ്പിനുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കാനുമൊക്കെയാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വൻ മരങ്ങൾ നിലം പൊത്തുമോ? കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമോ ഇനിയുള്ള ദിവസങ്ങളിൽ? തീർച്ചയായിട്ടും അത് ഹൈക്കോടതിയുടെ നിരീക്ഷണം അനുസരിച്ച് കാര്യങ്ങൾ ഇനി മുന്നോട്ട് നീങ്ങും. അല്പസ്വല്പ താമസങ്ങളുണ്ടാവും. കാരണം ആ നിരീക്ഷിക്കുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാനപരമായ തെളിവുകൾ കണ്ടെത്തിയിട്ട് മാത്രമാണ് SIT ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതുവരെ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അറസ്റ്റ് അത് മുന്നോട്ട് പോകും. അത് 2019 മുതൽ 2025 വരെ ഹൈക്കോടതിയുടെ ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന എത്ര ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട്, എത്ര ദേവസ്വം ബോർഡ് മെമ്പേഴ്സുണ്ട്, ആ സമയത്തിരുന്ന സ്റ്റാഫ് ആര്, ഇതിന് കൂട്ടുനിന്ന സ്റ്റാഫുകൾ ആര്, പലരും അതിൽ റിട്ടയർ ചെയ്ത് പോയെങ്കിലും അവരെ അറസ്റ്റിലോട്ട് അവരെ കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആരും കരുതുന്നുണ്ട്. മോഷ്ടിച്ചവർ തീർച്ചയായിട്ടും അകത്തേക്ക് പോകും, അവർ റിമാൻഡിലാകും, ശിക്ഷ ഉറപ്പാണ് എന്നാണ് ഞാൻ കരുതുന്നത്.